ഇപ്പം പ്രത്യേകിച്ച് ട്രെൻഡ് ഒന്നും കാണുന്നില്ല ഗൈസ്. എല്ലാവർക്കും മടുത്തതാണോ അല്ലെ എല്ലാവരും നന്നായതാണോ എന്ന് എനിക്കറിയില്ല. സാധാരണ എന്തെങ്കിലും ട്രെൻഡെല്ലാം ആയിട്ട് ആരെങ്കിലും എല്ലാം വരുത്തുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടാണ് ഗൈസ് പിന്നെ ഞാൻ കുറെ സൈറ്റ് വീഡിയോ ഒന്നും ഇടാത്തത്. കാരണം പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും ഈ പഴയ ട്രെൻഡിനെ എടുത്തിട്ട് അതിനെ തോണ്ടി തോണ്ടി കിളുതി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് റാൻഡം വീഡിയോസ് ഉണ്ട്, അതെല്ലാം എടുത്തിട്ട് നോക്കാം. മാണ്ടാന്നാ പറഞ്ഞത്. I got a record, but I'm clean as they come. Stressed down to my skin and my bones. I love ഇതല്ലേ ആറ്റിറ്റ്യൂഡ്. അതിന്റെ ബാക്കിൽ നോക്ക്, ബാക്കിൽ അതാണ് ശരിയായ ആറ്റിറ്റ്യൂഡ്. ഇതെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ. സന്തോഷായി മോളെ. ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. എന്നാ പിന്നെ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് എങ്ങനെ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ എടുത്തൂടെ. ഇത് പണ്ടാര പറഞ്ഞ പോലെ കണ്ടെത്തി പുല്ല് പറിക്കാൻ പോകുന്ന സമയത്ത് എന്തായാലും പുല്ല് പറിക്കാൻ പോകുന്നില്ല, എന്നാ പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടേക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് മീൻ വായിക്കാൻ പോകുന്ന സമയത്ത് എന്തായാലും ഒരു ഐല വായിക്കാൻ പോകുന്നില്ല, എന്നാ പിന്നെ ആടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടേക്കാം. ഏടെങ്കിലും പോയിട്ട് എന്തെങ്കിലും വീഡിയോ എടുത്ത് അങ്ങ് അപ്ലോഡ് ചെയ്യൽ തന്നെ. അല്ലെ ഇങ്ങനെ നിർത്താണ്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് അടിച്ച് പുറത്താക്കുന്നാറ്റം പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം മാറ്റോ അല്ലെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ എല്ലാം എടുത്ത് ഇടുന്നോണ്ട് ചോദിച്ചതാ. ശരി, എല്ലാ യൂണിവേഴ്സലും ഒരു സ്പൈഡർമാൻ ഉണ്ടാകും ഗൈസ്. ഇതാണ് കേരള യൂണിവേഴ്സൽ സ്പൈഡർമാൻ. ഇവിടുന്ന് നല്ല അയില വരിച്ച് ചോറെല്ലാം തിന്നിട്ട് കടന്നുറങ്ങിയിട്ട് തടിച്ചതാണ് ഗൈസ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ മറ്റേ വല വിട്ട് പോവാ ബിൽഡിംഗ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നല്ലോണം തിന്ന് ഉറങ്ങി എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. ഇപ്പൊ ഇതാ പരിപാടി. ഗൈസ് വീഡിയോയിലേക്ക് പോകാം. കണ്ടും പോയി. എന്താണ് ഇത് വെള്ളച്ചാട്ടാ? അങ്ങോട്ട് തുപ്പി ഇങ്ങോട്ട് തുപ്പി. ഇതെല്ലാം ഇപ്പോഴും ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു മറ്റേ ടിക്ടോക്ക് മരിച്ചിട്ട് അതിന്റെ ഒപ്പം ഇതെല്ലാം ചത്തിനീന്ന്. നായിത്ത് കിട്ടാൻ പോത്തെ. നെഞ്ചുവേദന, ശ്വാസം മുട്ടുന്നു, ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റേ പുതിയ എന്താ പറയുന്ന പോലെ മയക്കാലല്ലേ ഗൈസ്. അപ്പൊ ഈ കിണറ്റില് പടത്തെല്ലാം നല്ലോണം വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എനിക്കൊന്ന് കിണറ്റില് വെള്ളം എന്ന് പറഞ്ഞ പുറത്തിറങ്ങിയാന്ന് തോന്നുന്നുണ്ട്. ഇത് ഡാൻസിന്റെ ഞാൻ കണ്ടതില്ല, വേറെന്തെങ്കിലും ആണോ? കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടും എനിക്ക്. ആരാണ്ട് ലോറി കയറിയ തവളനെ പോലെ നിലത്തെല്ലാം കിടന്ന് പേരക്കുന്നു. എന്തിനി അവിടെ ഇതാണ് ഞാൻ. എനിക്കൊരു ബ്രേസർ മാറ്റി കൊടുത്താരെങ്കിലും ഇപ്പൊ എന്റെ ചാനലിൽ സ്ട്രൈക്കാരും കിട്ടും തോന്നുന്നുണ്ട്. അവിടെ മുട്ട പിടിച്ച് ബായിലേക്ക് തുപ്പിട്ട് അഴിട്ട് കുഴക്കുന്നു. ഇത് ശരിക്കും തിന്നാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നെ ഇത് അല്ലെ വീഡിയോക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്നതോ? ഇത് തിന്നാൻ വേണ്ടിട്ട് നിന്ന ആൾക്കാരെ ഇത് എനക്കറിയില്ല മോനെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ തൊക്കില് വെച്ചിട്ട് ഉപ്പു പിന്നെ കുറച്ച് മുടിയോ പിന്നെ വായിലെ കുറച്ച് തുപ്പലിലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മായ്ക്കാൻ നിന്ന ആൾക്കാർ ഇത് ശരിക്കും എനക്കൊന്നും ഇങ്ങനെ കണ്ടോണ്ട് തിന്നാൻ പറ്റുന്നു. എന്റെ വെള്ളം എടുത്തു. ഇതേ നീ കുഞ്ഞിമോള്. അല്ല മൈ ടെസ്റ്റ് ഞാൻ മൈന തന്നെയല്ലേ കേൾക്കുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ലല്ലോ.
ഇല്ല കൂടെ ഞാൻ വരുന്നില്ല. ഇത് കുറെ കാലമായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അല്ലാണ്ട് ഞാനിപ്പം പുതിയ കാണുന്നില്ലല്ലോ. ഞാൻ കാണാൻ കുറച്ച് ലേറ്റ് ആയി പോയതാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. എന്റെ ചോദ്യം എന്തെന്ന് പറഞ്ഞാല് നിർത്തിയ ബസ് ഓടുന്നില്ല എന്തുകൊണ്ടെന്നാണ്? നിർത്തിയ ബസ് ഓടുന്നില്ല എന്തുകൊണ്ടെന്നാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിർത്തിയ ബസ് ഓടുന്നില്ല. നിർത്തിയ ബസ് ഓടുന്നില്ല ഇതെന്തായി കിട്ടാൻ പോത്ത ക്വസ്റ്റ്യൻ. നിർത്തിയ ബസ് ഓടുന്നില്ല. നോക്കട്ടെ ഉത്തരം എന്നാണ് എന്റെ ചോദ്യം. ടയറില്ലാണ്ട് എങ്ങനെ ബസ് നിർത്താൻ പറ്റായി? വേണ്ടേ കളിക്കണ്ടേ. അല്ല, ഇവർക്ക് ഉത്തരം അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവര് പറഞ്ഞ് ടയറില്ലാന്ന്. അതല്ല, ബസ് നിർത്തിയത് കൊണ്ടാണ് ഓടാത്തത്. ഓക്കെ. ഓഹോ നിർത്തിയ ബസ് എന്തുകൊണ്ടാണ് ഓടാത്തത്? നിർത്തിയത് കൊണ്ടാണ് ബസ് ഓടാത്തത്. വളരെ മികച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഇങ്ങനെ മയക്കും പിടിച്ചിട്ട് ആൾക്കാർ മുമ്പിൽ പോയിട്ട് ഇമാതിരി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണെങ്കിൽ ഉറപ്പാ ഞാൻ പറയാ പോരേണ്ടി ഇപ്പുറം തന്നെ ഒരു കുണ്ട് കുഴിച്ച് വെച്ചോ. ആവശ്യം വരും. കുണ്ട് കുഴിച്ച് വെച്ചോ. നിർത്തിയ ബസ് ഓടുന്നില്ല എന്തുകൊണ്ടോ നിർത്തിയിട്ടുണ്ടോ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട വെറുതെ. ഓ മറ്റേ കുഞ്ഞിമോള് എല്ലാത്തിനും എല്ലാം കണക്കായ പാട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇനി ഇതുപോലത്തെ കുറെ വീഡിയോ വരട്ടെ. ഡുവറ്റ് അടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. കറക്റ്റ് ഈ ഫിൽറ്ററിന്റെ പവറാന്ന് തോന്നുന്നുണ്ട്. പല്ല് വരെ മഞ്ഞ കളറായി പോയിട്ടുണ്ട്. ഞാനിതിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ഡുവറ്റ് അടിച്ചോന്ന് തന്നെ നല്ലോണം ഊക്കിയിട്ടുണ്ട്. കോമഡി തന്നെ. नो एक्स नो नेक्स्ट, खुद से प्यार करो, सिंगल इज द बेस्ट. സിംഗിൾ തന്നെ ആയിരിക്കും. കാലകാലം സിംഗിൾ തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. പറ്റുവാണെങ്കിൽ ആ ബാർപ്പിന്റെ മോളിൽ താഴത്തേക്ക് തുള്ളു. എന്നാൽ കുറച്ചുകൂടി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറേജ് ഫ്രീ കിട്ടും. അപ്പൊ ഗൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. നല്ല കണ്ടന്റ്, നല്ല വീഡിയോസ്, നല്ല ഐഡിയാസ് എന്നിവ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു. ഞാൻ എല്ലാം നോക്കിയിട്ട് ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ്. എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം.